ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ദിവസം തന്നെ മലങ്കര കത്തോലിക്ക സഭ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ നല്ല ദിനത്തിൽ എല്ലാവർക്കും, എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ യുവജന ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങൾ, ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഓരോ വർഷവും നമ്മൾ യുവജന ദിനം ആഘോഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് സഭ യുവജനങ്ങളെക്കുറിച്ച് പ്രത്യേകം കരുതുന്നു. അവരുടെ ശുശ്രൂഷകളെ ഏറ്റവും വിലമതിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് പ്രത്യേകിച്ച് ഈ യുവജനദിന ആഘോഷം. നമ്മളിപ്പോൾ യുവജനദിനം ആഘോഷിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത് പോലെ ഒന്നിച്ചു വന്ന് ആഘോഷിക്കുവാൻ സാധിക്കുന്നില്ല. യുവജനങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ പോലും സാധിക്കുന്നില്ല. വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ വെർച്വൽ ഓഡിയത്തിലാണ് നടത്തുന്നത്, പ്രത്യേകിച്ച് മീഡിയയിലൂടെ. മലങ്കര കാത്തലിക് യൂട്യൂബ് ചാനലിലൂടെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോടുകൂടി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2022 പോർച്ചുഗലിലുള്ള ലിസ്ബണിൽ നടക്കുവാനിരിക്കുന്ന വേൾഡ് യൂത്ത് ഡേക്ക് മാർപ്പാപ്പ നൽകിയിരിക്കുന്ന സന്ദേശം, അതുപോലെ തന്നെ അതിന് നമ്മൾ തയ്യാറാകുന്ന 2 വർഷക്കാലം ആ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കേണ്ട വിഷയം മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ മാർപ്പാപ്പ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് എറൈസ് എന്നാണ്. എഴുന്നേൽക്കുക, യുവാവെ എഴുന്നേൽക്കുക എന്നാണ്. എന്താണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു പുതിയ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഒരു പുത്തൻ ജീവിതത്തിലേക്ക്, പുത്തൻ ചൈതന്യത്തോടുകൂടി എഴുന്നേറ്റ് നീ ജീവിക്കുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ള സന്ദേശമാണ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. എന്താണ് പുതിയ ജീവിതം? ഇന്നത്തെ സാഹചര്യത്തിൽ COVID-19 പശ്ചാത്തലത്തിൽ ഇനിയുള്ള ഒരു ജീവിതം വ്യത്യസ്തമായ ഒരു ജീവിതമായിരിക്കും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുസ് വീവിത്ത് എന്ന അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെട്ടത് യേശുവോടുകൂടി ഓൺലൈനിൽ ആയിരിക്കുവാനാണ്, യേശുവോട് ചേർന്നിരിക്കുവാൻ ആവശ്യപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം വേരൂന്നേണ്ടത് ഈശോ മിശിഹായിലാണ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ COVID-19 പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വേരുറച്ച് നിൽക്കുകയാണ്. ഇത് എത്രമാത്രം നമ്മെ സഹായിക്കും, എത്ര കാലം ഇത് തുടരും എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഇന്ന് പ്രകൃതി തന്നെ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വൈറസ് തന്നെ ഇന്ന് ലോകം മുഴുവനും എല്ലാവരെയും പേടിപ്പിക്കുന്ന, ഒരു ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്ന ഈ വൈറസ് തന്നെ പ്രകൃതിക്കെതിരായിട്ട് മനുഷ്യൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടായത് എന്നാണ് പല ശാസ്ത്രജ്ഞന്മാരും നമ്മോട് പറയുന്നത്. പല വർഷങ്ങളായിട്ട് പ്രകൃതിക്കെതിരായിട്ട് മനുഷ്യൻ ചെയ്ത കാര്യങ്ങളുടെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അത് സത്യവുമാണ്. പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ പ്രകൃതിയാകുന്ന ഈ ഭവനം, പൊതുഭവനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതിനെ നമുക്ക് സംരക്ഷിക്കാം. അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, ഒരു പുതിയ ജീവിതത്തിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈശോ മിശിഹായിൽ വേരുറച്ച് ഉള്ള ഒരു ജീവിതമാണ്. യേശുവിൽ വേരൂന്നിയുള്ള, ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്.
ഇതാണ് നമുക്ക് ആവശ്യം. ഈ സംവിധാനങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മുങ്ങി ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുവാനോ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല. വേറൊരു സ്വപ്ന ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസരത്തിൽ നമ്മുടെ മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത് എഴുന്നേൽക്കുവാനാണ്. ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ് നമ്മെ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളോട് കറേജിയസ് മിഷനറി ആകുവാനാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് ആദ്യത്തെ അസംബ്ലിക്ക് ശേഷം മിഷൻ പ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും താല്പര്യത്തോടു കൂടി ഇടപെടുന്നുണ്ട്. അതിൽ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുന്നുമുണ്ട്. യുവജനങ്ങൾ എങ്ങനെയാണ് ഇന്ന് സുവിശേഷകരായിത്തീരുക? ഇന്നത്തെ യുവതലമുറയെ എപ്പിക് ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ വിളിക്കുന്നു. ഈ എപ്പിക് ജനറേഷൻ, ആ എപ്പിക് എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം ഇന്നത്തെ യുവതലമുറയുടെ പ്രത്യേകതകളെ നമുക്ക് എടുത്ത് പറയുന്നവയാണ്. അനുഭവമാണ്, എക്സ്പീരിയൻസ് ദാൻ റാഷണാലിറ്റി. കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ, അറിവ് നേടുന്നതിനേക്കാൾ ഇന്നത്തെ തലമുറ ആവശ്യപ്പെടുന്നത് അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് ആത്മീയ തലത്തിലാണെങ്കിലും നമ്മുടെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്നത് അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറ പ്രതിനിധികളായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, പങ്കാളികളായി, റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല, അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. ഏത് കാര്യത്തിലും അവർ ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇന്നത്തെ യുവതലമുറ ആഗ്രഹിക്കുന്നു. സഭയിലെ ശുശ്രൂഷകളിലും പ്രത്യേകിച്ച് MCYM-ലെ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിലെ ഓരോ അംഗങ്ങളും സഭയുടെ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇടവക കൂട്ടായ്മയിലെ കാര്യങ്ങളിൽ എല്ലാത്തിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു, കാഴ്ചക്കാരെ പോലെ അല്ല. അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറ ഇമേജ് ദാൻ വേർഡ്സ്, വാക്കുകളേക്കാൾ അവരെ ആകർഷിക്കുന്നത് ഇമേജാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. അവരുടെ ജീവിതം തന്നെ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ തലമുറ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള വാക്ക് മനസ്സിലാക്കി അത് എല്ലാവരും നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു വിഷയമായി തീർന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുന്നവരാണ്, കൂട്ടായ്മ അനുഭവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നവരാണ്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യം നമ്മെ അകന്നിരിക്കുവാനാണ് നിർബന്ധിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇന്നത്തെ യുവജനങ്ങൾ കണക്റ്റഡ് ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കണക്റ്റഡ് ആയിരിക്കുന്നു, എപ്പോഴും ഓൺലൈനിലാണ്, അവരെപ്പോഴും മറ്റുള്ളവരുമായിട്ട് ബന്ധത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേകത ഉള്ള ഒരു ജനറേഷനാണ് ഇന്നത്തെ ജനറേഷൻ. എങ്ങനെയാണ് ഇവർ മിഷനറികളാകുവാൻ സാധിക്കുക? ഒരു നല്ല മിഷനറിയുടെ ഏറ്റവും വലിയ ഉദാഹരണം വിശുദ്ധ പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആരാണ് ഒരു മിഷനറി എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സഭ നിലനിൽക്കുന്നത് തന്നെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. പൗലോസ്ലീഹ തന്നെ ഒരു വലിയ മാതൃകയാണ്. പൗലോസ്ലീഹയെ നമ്മൾ വലിയൊരു ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ദൈവശാസ്ത്രജ്ഞനായിരുന്നിട്ടും ശുശ്രൂഷ, ഈ സുവിശേഷ ശുശ്രൂഷയാണ് തന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതിനകത്ത് അഹങ്കരിക്കാൻ ഒന്നുമില്ല. നടുന്നതും അതുപോലെ തന്നെ കരുതലും അതിനെ വളർത്തുന്നതും ഒക്കെ ദൈവം തന്നെയാണ്. അതുപോലെ തന്നെ പൗലോസ്ലീഹ തന്നെ എന്താണ് പറയേണ്ടത്, എന്താണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്, സുവിശേഷം അറിയിക്കേണ്ടത് എങ്ങനെയാണ്, ദൈവമായ കർത്താവ് ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചെന്നും
ആ മിശിഹ ക്രൂശിൽ മരിച്ച് ഉത്ഥിതനായി മഹത്വത്തിലേക്ക് കടന്നു വന്നുവെന്നും ആ മഹത്വത്തിൽ ചേരാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരെന്നും ആ ഈശോ മിശിഹായെ കുറിച്ച് പറയുക എന്നുള്ളതാണ് സുവിശേഷ പ്രവർത്തനം. അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. എന്താണ് യഥാർത്ഥത്തിൽ ഒരു മിഷൻ പ്രവർത്തനം? സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പായി തീരണം, ലോകത്തിന്റെ പ്രകാശമാകണമെന്ന്. എങ്ങനെയാണ് പ്രകാശവും ഉപ്പും ആയിത്തീരുക? പ്രിയമക്കളെ, നമ്മ ഓരോരുത്തരുടെയും ജീവിതം വിശ്വാസം ജീവിത ശൈലിയായിട്ട് മാറണം. വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ വിശ്വാസം പഠിച്ചു. 10 കൽപ്പനകളിലൂടെ അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. നമ്മളോട് ചോദിച്ചാൽ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അത്യാവശ്യമായ എല്ലാം നമുക്കറിയാം. പക്ഷേ ഈ വിശ്വാസം നമ്മുടെ ജീവിത ശൈലി ആകുമ്പോഴാണ് നമ്മൾ ലോകത്തിൻ്റെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരുന്നത്. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് നമ്മൾ കറേജിയസ് മിഷണറീസ് ആകുന്നത്. ഇന്നത്തെ യുവതലമുറയെ ഈ യുവജന ദിനം ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരിക, കറേജിയസ് മിഷണറീസ് ആവുക. യേശുവിന് വേണ്ടി യേശുവിൽ വേരുറച്ച ഒരു ജീവിതം നയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ യുവജന ദിനം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും, എല്ലാ MCYM-ന്റെ എല്ലാ ലോകം മുഴുവനുമുള്ള എല്ലാ കൂട്ടായ്മകൾക്കും, അതുപോലെ തന്നെ അതിൻ്റെ സഭാതല ഭാരവാഹികൾ, ഡയറക്ടർമാർ, ആനിമേറ്റർ സിസ്റ്റേഴ്സ്, ലേ ആനിമേറ്റേഴ്സ് എല്ലാവർക്കും സ്നേഹനിർഭരമായ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് അസിസി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.